ആറ്റുകാൽ പൊങ്കാല മഹോത്സവം എല്ലാ നല്ല നിലയിലും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഇതിൻ്റെ വിശകലനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്ക് കുറച്ച് കൂടുതലാണ്. കാലാവസ്ഥയും കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് മോശമാണ്. നല്ല ചൂടാണ്. എങ്കിലും എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ വല്ലാത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്. പക്ഷെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇവിടെയുള്ള എല്ലാ വീടുകളും, മുസ്ലിം വീടുകളായിരുന്നാലും ഹിന്ദു വീടുകളായിരുന്നാലും ക്രിസ്ത്യൻ വീടുകളായിരുന്നാലും അതെല്ലാം പൊങ്കാല മഹോത്സവത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ഇതൊരു മതേതരത്വത്തിൻ്റെ ഉത്സവം കൂടിയായി മാറുകയാണ് എല്ലാ സ്ഥലത്തും. ഉത്സവം കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശുചിത്വമായിരിക്കും. അപ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കോർപ്പറേഷൻ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ മണിക്കൂർ കൊണ്ട് നീക്കം ചെയ്തതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അവർ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അത് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പം എ റഹീം MP കൂടി ചേരുന്നുണ്ട്. എങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ മഹോത്സവമാണ് ഈ പൊങ്കാല മഹോത്സവം. നാടിൻ്റെ നാനാദിക്കിൽ നിന്നും വരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ യാതൊരു പ്രയാസവുമില്ലാതെ ഈ തിരുവനന്തപുരം ആതിഥേയത്വം നൽകുകയാണ്. ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ വളരെ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. കുറ്റമറ്റ നിലയിൽ അവരെല്ലാവരെയും സ്വീകരിക്കുന്നു, ആനയിക്കുന്നു. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി, ഇന്ന് പൊങ്കാലയ്ക്ക് വരുന്ന സ്ത്രീകൾ മാത്രമല്ല, ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നഗരം മുഴുവൻ ജനസഹസ്രങ്ങളാണ്. രാത്രിയും പകലൊന്നുമില്ലാതെ ആഘോഷഭരിതമാണ്. അതിൽ ജാതിയില്ല, മതമില്ല. ഇതൊരു വല്ലാത്ത അനുഭവമാണ്. തീർച്ചയായിട്ടും ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തിരുവനന്തപുരത്തിന് ലഭിക്കുന്നത്, തിരുവനന്തപുരം ഭയങ്കരമായൊരു ആതിഥേയത്വമാണ് വരുന്നത്. തിരുവനന്തപുരം നഗരസഭ, ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ ഒരു വലിയ ഭരണ സംവിധാനമാകെ കുറ്റമറ്റ നിലയിൽ നടത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ നിമിഷം വരെയും അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പരാതിയും വന്നിട്ടില്ല എന്നുള്ളതും വളരെ അഭിമാനകരമായ കാര്യമാണ്. പൊങ്കാല പായസമൊക്കെ കഴിച്ചിട്ട് പോകും. അതെ തീർച്ചയായും.